എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തനി നാടൻ രീതിയിലൊരു മത്തിക്കറി ആയാലോ? അപ്പോൾ പച്ചക്കുരുമുളകിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു മത്തിക്കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞൻ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനവിടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ കുറച്ച് മത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 5 കഷ്ണം ചെറിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചതച്ചെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ മത്തിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ചാറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാനതിവിടെ അടുപ്പിൽ തീ കത്തിച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇത് തിളച്ച് വരും കേട്ടോ. അപ്പം ഞാനവിടെ മത്തിക്കറി ഒക്കെയുള്ള എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഒരു സൈഡ് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനവിടെ മത്തിക്കറി നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഇതൾ കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനവിടെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് അധികം കറിയായിട്ട് വയ്ക്കുന്നതല്ല, നല്ലതുപോലെ വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മത്തിക്കറി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ അത് നല്ലതുപോലെ വറ്റി വരും. ചൂടാറുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വറ്റി കുറുകി വരും കേട്ടോ. അപ്പം ഞാനവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അതാ നല്ലതുപോലെ ചൂടാറിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.